7ാം ദിവസവും യാത്രക്കാരെ വട്ടം കറക്കി ഇൻഡിഗോ എയർലൈൻസ്. രാജ്യത്തുടനീളം 800 സർവീസുകൾ ഇന്നും മുടങ്ങി. വിമാന സർവീസുകൾ മുടങ്ങുന്നതിൽ ഇൻഡിഗോയ്ക്കും മറ്റ് എയർലൈനുകൾക്കും പാർലമെന്റ് സമിതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിനിടെ രാജ്യത്തെ വിമാന സർവീസ് പ്രതിസന്ധിയിൽ. ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുന്നുണ്ട് DGCA. സർവീസുകൾ മുടങ്ങിയതിൽ ഇൻഡിഗോയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന വിലയിരുത്തലാണ്. ടിക്കറ്റ് നിരക്കിൽ വിമാന കമ്പനികൾക്ക് കടിഞ്ഞാണിട്ട കേന്ദ്ര നടപടി യാത്രക്കാർക്ക് ആശ്വാസമാവുകയും ചെയ്തിരിക്കുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ വീണ്ടും 800-ലധികം സർവീസുകൾ മുടങ്ങിയിരിക്കുന്നു ഇൻഡിഗോയുടെ. എന്താണ് പുതിയ വിശദീകരണമായി വരുന്നത്? എന്തൊക്കെ നടപടികളിലേക്കാണ് കേന്ദ്രം കടന്നിരിക്കുന്നത്? ആദ്യം നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഇൻഡിഗോയുടെ CEO തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. 24 മണിക്കൂർ എന്ന ഒരു ടൈം ലൈൻ, സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് വൈകിട്ടിനകം തന്നെ ഇൻഡിഗോ CEO കാരണം കാണിക്കൽ നോട്ടീസിന് DGCAക്ക് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർശനമായ നടപടിയിലേക്ക് പോകും എന്ന് വ്യോമയാന മന്ത്രാലയവും നേരത്തെ അറിയിച്ചിരുന്നു. ഇൻഡിഗോ CEയെ പുറത്താക്കുന്നതടക്കമുള്ള കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയ്ക്കുമേൽ വൻ തുക പിഴ ചുമത്താനുള്ള നീക്കമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് വ്യോമയാന മന്ത്രാലയം പോകുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത് 800ഓളം വിമാനങ്ങളാണ് എന്ന വിവരവും പുറത്തുവരികയാണ്. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് 150 സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നാകട്ടെ 114 സർവീസുകൾ, ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 38 സർവീസുകൾ. അതാണ് ലഭ്യമാകുന്ന കണക്ക്. ഇരുപത്തിൽ രാജ്യത്താകെ 1500 സർവീസുകൾ ഇന്ന് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. ഇൻഡിഗോയുടെ ഭാഗത്തുണ്ടായ വീഴ്ച കണക്കിലെടുത്തുകൊണ്ട് ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് സമിതി കൂടി രംഗത്തെത്തുകയാണ്. വ്യോമയാന പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇൻഡിഗോയ്ക്കും അവസരം മുതലെടുക്കാൻ ശ്രമിച്ച മറ്റ് എയർലൈനുകൾക്കും കാരണം കാണിക്കൽ വിശദീകരിക്കാനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഏതായാലും കർശന നടപടിയുമായി DGCAയും വ്യോമയാന മന്ത്രാലയവും ഒപ്പം പാർലമെന്റ് സമിതിയും മുന്നോട്ട് പോകുന്നു. ഇനി ഇൻഡിഗോയുടെ വിശദീകരണം എന്താണ് എന്നാണ് അറിയേണ്ടത്. ഇതിനൊപ്പം തന്നെ എന്ത് നടപടിയിലേക്ക് വ്യോമയാന മന്ത്രാലയം പോകുമെന്നതും ഉടൻ അറിയാം. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.